നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന വല്ലപ്പുഴ പൊന്മുഖം മല മുഹമ്മദ് മൂഹസിൻ MLA സന്ദർശിച്ചു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കനത്ത മഴ തുടർന്നാൽ പരിസരത്തുള്ളവർ മാറി താമസിക്കണമെന്നും MLA. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കും ബൈപ്പാസ് നിർദ്ദേശവും ആദ്യമായി ലോക്സഭയിൽ. വിഷയമുന്നയിച്ചത് ET മുഹമ്മദ് ബഷീർ MP. സമാന്തര റെയിൽവേ മേൽപ്പാലത്തിനും ബൈപ്പാസ് റോഡിനും നടപടികൾ സ്വീകരിക്കണമെന്ന ET. മണ്ണാർക്കാട് വീണ്ടും മോഷ്ടാക്കളുടെ വിളയാട്ടം. അടച്ചിട്ട വീട് കുത്തിത്തുറക്കുന്നതിനിടെ മോഷ്ടാക്കളെ നാട്ടുകാർ വളഞ്ഞു. പിടികൂടാനുള്ള ശ്രമത്തിനിടെ നാട്ടുകാരെ ആക്രമിക്കാനും ശ്രമം. ഒരാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. സേവ് CPIക്ക് മറുപടിയുമായി തച്ചനാട്ടുകരയിൽ പുതിയ ലോക്കൽ കമ്മിറ്റി രൂപീകരിച്ചു CPI. രൂപീകരിച്ചത് തട്ടിക്കൂട്ട് കമ്മിറ്റിയെന്ന് സേവ് CPIക്കാർ. യോഗത്തിൽ പങ്കെടുത്തവരിൽ പകുതിയും പുറത്തുള്ളവരെന്നും ആക്ഷേപം. കർക്കിടക വാവുബലി തർപ്പണത്തിന് ഭാരതപ്പുഴയിലെയും കുന്തിപ്പുഴയിലെയും സ്നാനഘട്ടങ്ങൾ ഒരുങ്ങി. മഴ തുടരുന്ന സാഹചര്യത്തിൽ കടവുകളിൽ സുരക്ഷാ മുൻകരുതലുകൾ ഒരുക്കാൻ നിർദ്ദേശം നൽകി പാലക്കാട് ജില്ലാ കളക്ടർ. വിശദമായ വാർത്തകളിലേക്ക്. മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന വല്ലപ്പുഴ പൊന്മുഖം മല മുഹമ്മദ് മൂഹസിൻ MLA സന്ദർശിച്ചു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കനത്ത മഴ തുടരുകയാണെങ്കിൽ പരിസരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും MLA പറഞ്ഞു. വല്ലപ്പുഴ, നെല്ലായ, ചളവറ പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന പൊന്മുഖം മലയുടെ ഒരു ഭാഗത്ത് നേരിയ തോതിൽ മണ്ണിടിഞ്ഞതാണ് പ്രദേശവാസികളിൽ ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതേ തുടർന്ന് റവന്യൂ വകുപ്പിന്റെയും ജിയോളജി വകുപ്പിന്റെയും നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ സംഘം പ്രദേശം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. തുടർന്ന് മുൻകരുതലിന്റെ ഭാഗമായി പഞ്ചായത്ത് അധികൃതർ മലയടിവാരത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ഇവരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നു. ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മലയുടെ താഴ്ഭാഗം മുഹമ്മദ് മൂഹസിൻ MLA സന്ദർശിച്ചത്. റവന്യൂ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരും വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫും MLAക്കൊപ്പമുണ്ടായിരുന്നു. താഴ്വാരത്തെ വീട്ടുകാരുമായും ജനപ്രതിനിധികളുമായും MLA സംസാരിച്ചു. കരിങ്കല്ലിന്റെ തളത്തിൽ നിൽക്കുന്ന വെള്ളമുള്ളൂ. അതാണ് നമ്മളെ മദ്രസ എന്ന് പറഞ്ഞ സാധനം എല്ലാ ഭാഗത്തും ഇപ്പോഴല്ല, തൊട്ട് മുമ്പ് കോറി നടത്തിയത്. അതാണ് ഉണ്ടാവില്ല. പക്ഷെ അത് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു, കുറച്ചൊക്കെ ആയി. നമ്മുടെ പഞ്ചായത്തിലില്ലല്ലോ. നിലവിൽ വലിയ ആശങ്കയുടെ സാഹചര്യമില്ലെന്നും കനത്ത മഴ തുടരുകയാണെങ്കിൽ പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മാറി താമസിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും MLA പറഞ്ഞു. ഈ പൊന്മുഖം മലയുടെ ഭാഗത്ത് കഴിഞ്ഞ കനത്ത മഴയിൽ ലാൻഡ് സ്ലൈഡിങ് കണ്ടു എന്നുള്ള തരത്തിൽ പറയുകയും നമ്മുടെ പ്രസിഡന്റും ഇവിടുത്തെ മെമ്പർമാരും വിളിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തഹസിൽദാരോട് ഉടനെ തന്നെ ഇടപെടാൻ പറയുകയും ഇവിടെ ജിയോളജിസ്റ്റ് വന്ന് പരിശോധിക്കുകയും ചെയ്തു. വലിയ അപകടം എന്ന് പറയാനില്ലെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ്. മഴ കനക്കുകയാണെങ്കിൽ ആളുകൾ മാറി താമസിക്കണം എന്ന് പറയുകയും ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അതിന് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. അത്യാവശ്യം ആളുകളൊക്കെ തന്നെ മാറി താമസിച്ചിരുന്നു. അപ്പോൾ മഴ കുറഞ്ഞു. എന്നിരുന്നാലും ലാൻഡ് സ്ലൈഡിങ് ഭീഷണി, വലിയ ഹെവി മഴ, മേഘവിസ്ഫോടനം അടക്കമുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ശാശ്വതമായിട്ടുള്ളതിൻ്റെ പരിശോധനകൾ നടത്താൻ വേണ്ടി ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ നേരത്തെ തന്നെ വന്ന് പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അപകടങ്ങൾ താഴെ രൂക്ഷമായ തരത്തിലുണ്ടാകുമോ എന്നുള്ളത് പരിശോധിക്കും. അങ്ങനെ ആവശ്യമാണെങ്കിൽ മാത്രം ആളുകളെ മാറ്റി താമസിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും. അതല്ലെങ്കിൽ എന്തായിരുന്നാലും കനത്ത മഴ വരുന്ന സമയത്ത് ആളുകൾ എന്തായാലും ഈ പ്രദേശത്ത് ജാഗ്രത പുലർത്തേണ്ടതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കും ബൈപ്പാസ് റോഡിന്റെ ആവശ്യവും ആദ്യമായി ലോക്സഭയിൽ. അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ സ്ഥിരം സംവിധാനമൊരുക്കണമെന്നും ഇതിനായി സമാന്തര റെയിൽവേ മേൽപ്പാലത്തിനും ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിനും നടപടികൾ സ്വീകരിക്കണമെന്നും ET മുഹമ്മദ് ബഷീർ MP ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ സമാന്തരമായി റെയിൽവേ മേൽപ്പാലവും ബൈപ്പാസ് റോഡും അനുവദിക്കണമെന്ന് ET മുഹമ്മദ് ബഷീർ MP ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. അങ്ങാടിപ്പുറത്തെ കുരുക്കും ഓരാടംപാലം മാനത്തമംഗലം ബൈപ്പാസ് റോഡ് വിഷയവും ആദ്യമായാണ് ലോക്സഭയിൽ ചർച്ചയാവുന്നത്. Sir, then yard remodeling of Angadipuram. Angadipuram is in Malappuram constituency. That proposal also is very active under the government. I hope that they will do that also. Sir, there is the Angadipuram, that road overbridge. You are taking interest in that. That also might kindly be developed. Now, in short, I would like,
capacity enhancement. There are many things to say. I think the railway is very much active in this, but that also require a speedy action. Sir, new line and connectivity. അങ്ങാടിപ്പുറത്തെ നിലവിലെ മേൽപ്പാലം തീർത്തും അപര്യാപ്തമാണെന്നും ഇത് വലിയ തോതിൽ ഗതാഗതക്കുരുക്കാണ് സൃഷ്ടിക്കുന്നതെന്നും ET മുഹമ്മദ് ബഷീർ MP ചൂണ്ടിക്കാട്ടി. ധാരാളം ആശുപത്രികളുള്ള മേഖലയാണിത്. ഈ പാതയിലെ ഗതാഗതക്കുരുക്ക് രോഗികൾ, ആരോഗ്യപ്രവർത്തകർ, പൊതുജനങ്ങൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അനേകം ആളുകൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ET മുഹമ്മദ് ബഷീർ MP പാർലമെന്റിൽ ആവശ്യപ്പെട്ടു. ഷൊർണൂർ നിലമ്പൂർ വൈദ്യുതീകരണ പ്രവൃത്തികൾ ത്വരിതപ്പെടുത്തുക, മേലാറ്റൂരിലും കുലുക്കല്ലൂരിലും അനുവദിച്ച ക്രോസിംഗ് സ്റ്റേഷനുകൾ വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുക, അങ്ങാടിപ്പുറത്തെ പ്ലാറ്റ്ഫോം വികസിപ്പിക്കുക എന്നീ ആവശ്യങ്ങളും MP ഉന്നയിച്ചു. നാലംഗ കള്ളന്മാരുടെ സംഘത്തിന് പണിപാടി. മണ്ണാർക്കാട് അടച്ചിട്ട വീടിന്റെ പൂട്ട് കുത്തി തുറക്കുന്നതിനിടെ നാട്ടുകാർ വീട് വളഞ്ഞു. മോഷ്ടാക്കൾ നാട്ടുകാർക്ക് നേരെ കമ്പിപ്പാര വീശിയതോടെ ചിതറിയോടിയ നാട്ടുകാർക്കും രക്ഷപ്പെടുന്നതിനിടെ മോഷണ സംഘത്തിലെ ഒരാൾക്കും പരിക്കേറ്റു. ഇയാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. കുറച്ച് ദിവസങ്ങളായി പയ്യനടം, കണ്ടമംഗലം ഈ ഭാഗത്തുകൂടെയൊക്കെ കള്ളന്മാരെ ശല്യമുണ്ട്, രൂക്ഷമാണ്. ഇന്ന് പുലർച്ചെ 3:30 മണിയോടുകൂടി എൻ്റെ തൊട്ട അയൽവാസിയായ ഷെഫീഖിൻ്റെ വീട്ടിൽ ഇതേപോലെ ഒരു കമ്പിപ്പാരയുമായിട്ട് കള്ളം വന്ന്, തൊട്ടപ്പുറത്തെ വീട്ടിൽ എൻ്റെ ഫ്രണ്ട് വിളിച്ച് എന്നെ രാത്രി കിടന്നുറങ്ങുമ്പോൾ വിളിച്ച്, അതേസമയം തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വീട് വളഞ്ഞ് കള്ളനെ കൈയോടെ പിടിച്ച് മൊത്തം 4 ആളുണ്ടായിരുന്നു. അവർ വന്നതൊരു ഡസ്റ്റർ വണ്ടിയിലാണ്. 2 പേര് പുറകുവശത്ത് ഇതിലൂടെ ഓടി. ഒരാളെ ഞങ്ങൾ പിടിച്ച് പോലീസിനെ വിളിച്ച് അറിയിച്ച്, അതേസമയം പോലീസ് എത്തി പ്രതിയെ കസ്റ്റഡിയെടുത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവന് ഞങ്ങൾ പിന്നാലെ ഓടിയപ്പോൾ വീണ് പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ പോലീസുകാർ വന്ന് അവനെ കൊണ്ടുപോയി. 2 ആൾക്കാർ ഇതിനെ രക്ഷപ്പെട്ട്. ഞങ്ങൾ പിന്നാലെ കൂടിയെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയില്ല ആളെ. പിന്നെ ഒരു ഡസ്റ്റർ വണ്ടിയിലാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. ഡസ്റ്റർ വണ്ടി ഞങ്ങൾ പിന്നാലെ കൂടിയെങ്കിലും വണ്ടി എടുത്ത് അവർ പോയി. ഏതായാലും ഒരാളെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. ബാക്കി നടപടി എന്തായാലും പോലീസ് സ്വീകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. വൻ കവർച്ച പദ്ധതിയിട്ടാണ് വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെ 4 അംഗ സംഘം കാറിൽ കുമരംപുത്തൂർ കുളർമുണ്ടയിലെ പാവുക്കുന്നൻ ഷെഫീഖിന്റെ വീട്ടിലെത്തിയത്. 3 ദിവസമായി വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. വീടിന്റെ മുൻവശത്തെ വാതിൽ പൊളിക്കുന്ന ശബ്ദം കേട്ട് അടുത്ത വീട്ടിലെ യുവാവാണ് മോഷണ ശ്രമം ആദ്യം അറിഞ്ഞത്. ഉടൻ തന്നെ സുഹൃത്തുക്കളെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി കവർച്ച നടത്താൻ ശ്രമിക്കുന്ന മോഷ്ടാക്കളെ വളഞ്ഞു. അപ്രതീക്ഷിതമായി ജനം വളഞ്ഞതോടെ കയ്യിലുള്ള കമ്പിപ്പാര നാട്ടുകാർക്കു നേരെ വീശി. മോഷ്ടാക്കളുടെ പരാക്രമത്തിനിടെ നാട്ടുകാരിൽ ചിലർക്ക് പരിക്കേറ്റു. ഇതിനിടെ മോഷ്ടാക്കളിൽ 2 പേർ വീടിന്റെ പിൻവശത്തുകൂടി ഓടിമറഞ്ഞു. മറ്റൊരാൾ ഇവർ വന്ന കാറുമായി പാഞ്ഞു. രക്ഷപ്പെടാനുള്ള ഓട്ടത്തിനിടെ 4-മൻ നാട്ടുകാരുടെ പിടിയിലായി. ഇയാൾക്ക് വീഴ്ചയിൽ പരിക്കേറ്റു. പോലീസിന് കൈമാറിയ ഇയാളെ ആശുപത്രിയിലാക്കി. തിരുവനന്തപുരം സ്വദേശിയാണെന്നാണ് പിടിയിലായ ആൾ നാട്ടുകാരോട് പറഞ്ഞത്. കൂടെയുണ്ടായിരുന്നവരെ കുറിച്ച് അറിയില്ലെന്നും ഇയാൾ പറഞ്ഞു. എൻ്റെ മകൻ്റെ വീടാണിത്. 4 ആൾ കാറിൽ വന്നിട്ട് വീട് പൊളിച്ചാൻ നോക്കി. പൊളിച്ചിട്ട് അതിൽ ഒരുത്തനെ പിടുത്തം കിട്ടി. ഓരോ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. പോലീസ് കൊണ്ടുപോയി ഇവനെന്തോ മറ്റേ ചെറുക്കന്മാരെല്ലാം കൂടെ ആൾക്കാരെല്ലാം നാട്ടുകാരെല്ലാം കൂടെ കൂട്ടിയിട്ട് പിടിച്ചിട്ടുണ്ട്. രാത്രി 3 മണിക്കാണ്. 4 മണിയോടുകൂടെ ഞങ്ങൾ ഓനെ പിടിച്ച് കൈകാര്യം ചെയ്ത് മറ്റേ അവിടേക്ക് കൊണ്ടുപോയി. പോലീസ് കൊണ്ടുപോയി. 3 ആൾ ഓടിപ്പോയിട്ടുണ്ട്. ഒരുത്തൻ കാറ് കഴിച്ചിലായി. 2 ആൾ ഇതേക്കരെ ഈ കോറി കൂടി കഴിച്ചിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചോളി. എല്ലാ വീടുകളും ഈ മയത്ത് ഒരു വീശിച്ച് നടക്കുന്നുണ്ട്. ഇപ്പോൾ പിടിച്ചോൻ തിരുവനന്തപുരത്തുള്ളവരാണെന്ന് പറയുന്നുണ്ട്. ഓന് മറ്റുള്ളവരൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. കമ്പിപ്പാറ അവിടെ കിടക്കുന്നുണ്ട്, അവർ കുത്തി പൊളിച്ചത്. പിന്നെ അവൻ്റെ ബ്ലൗസും മറ്റേ മോമൂടിയൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അതെല്ലാം ഉണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല, തെളിവ് കിട്ടിയിട്ടില്ല. മോഷണത്തിന് ഉപയോഗിച്ച കമ്പിപ്പാര, കയ്യുറ തുടങ്ങിയവ വീടിന്റെ സമീപത്തു നിന്ന് കണ്ടെടുത്തു. മണ്ണാർക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 4 അംഗ സംഘം കവർച്ചാ ശ്രമം നടത്തിയ കുമരംപുത്തൂർ കുളിർമുണ്ടയിലെ അടച്ചിട്ട വീടിൽ പോലീസും വിരലടയാള വിദഗ്ധനും പരിശോധന നടത്തി. നാട്ടുകാർ പിടികൂടിയ മോഷ്ടാവിനെ അറസ്റ്റ് ചെയ്തു. കൂട്ടാളികൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. വെള്ളിയാഴ്ച പുലർച്ചെയാണ് കുളിർമുണ്ട പാവുക്കുന്നൻ ഷെഫീഖിന്റെ പൂട്ടിയിട്ട വീട് കുത്തി തുറക്കുന്നതിനിടെ മോഷ്ടാക്കളെ നാട്ടുകാർ വളഞ്ഞത്. അടച്ചിട്ട വീട് കുത്തി തുറക്കുന്ന ശബ്ദം കേട്ട അയൽവാസിയാണ് നാട്ടുകാരെ വിളിച്ചുകൂട്ടിയത്. മോഷ്ടാക്കൾ കമ്പിപ്പാര വീശി ആക്രമിച്ചതോടെ നാട്ടുകാരിൽ ചിലർക്ക് പരിക്കുപറ്റി. നാട്ടുകാർ പിടികൂടിയ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഓടിപ്പോയ കൂട്ടാളികളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് മണ്ണാർക്കാട് പോലീസ്. വിൽപ്പനയ്ക്കായി കൈവശം വെച്ച MDMA മയക്കുമരുന്നുമായി യുവാവ് പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ. അങ്ങാടിപ്പുറം ചെരക്കാപ്പറമ്പ് സ്വദേശി പട്ടാണി മുഹമ്മദ് ഹാരിസിനെയാണ് പിടികൂടിയത്.
പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച MDMA ലഹരിമരുന്നുമായി അങ്ങാടിപ്പുറം ചെരക്കാപ്പറമ്പ് സ്വദേശി പട്ടാണി മുഹമ്മദ് ആരിസിനെ പോലീസ് പിടികൂടിയത്. പെരിന്തൽമണ്ണ SI ഷിജോസി തങ്കച്ചനും സംഘവും മുഹമ്മദ് ആരിസിനെ അറസ്റ്റ് ചെയ്തു. നഗരങ്ങൾ കേന്ദ്രീകരിച്ച് രാത്രിയിൽ സിന്തറ്റിക് ലഹരിമരുന്നുകളുടെ ഉപയോഗവും വിൽപ്പനയും നടക്കുന്നതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S ശശിധരന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ DYSP സാജു K എബ്രഹാം, CI സുമേഷ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ സ്റ്റേഷൻ പരിധിയിൽ പരിശോധന ശക്തമാക്കിയിരുന്നു. പെരിന്തൽമണ്ണ പോലീസും ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് 4 ഗ്രാം MDMAയുമായി മുഹമ്മദ് ആരിസിനെ പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. സേവ് CPI ജില്ലാ സെക്രട്ടറിയുടെ പഞ്ചായത്തായ തച്ചനാട്ടുകരയിൽ പുതിയ ലോക്കൽ കമ്മിറ്റി രൂപീകരിച്ച് വിമത വിഭാഗത്തിന് CPIയുടെ മറുപടി. തച്ചനാട്ടുകരയിൽ രൂപീകരിച്ചത് തട്ടിക്കൂട്ട് കമ്മിറ്റിയെന്ന് സേവ് CPI. രൂപീകരണ യോഗത്തിലേക്ക് വിളിച്ച മാധ്യമങ്ങളെ ഒഴിവാക്കിയത് ആള് കുറഞ്ഞതുകൊണ്ടാണെന്നും ആരോപണം. വിഭാഗീയതയുടെ ഭാഗമായി തച്ചനാട്ടുകര ലോക്കൽ കമ്മിറ്റി പിരിച്ചുവിട്ട സാഹചര്യത്തിലാണ് പുതിയ കമ്മിറ്റി രൂപീകരിച്ചതെന്നാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ നിലപാട്. CPI മുൻ മണ്ഡലം സെക്രട്ടറിയും സേവ് CPIയുടെ ജില്ലാ സെക്രട്ടറിയുമായ പാലോട് മണികണ്ഠന്റെ പ്രവർത്തന മേഖലയാണ് തച്ചനാട്ടുകര. മേഖലയിൽ 61 പാർട്ടി അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. പുതിയ കമ്മിറ്റിയുടെ കീഴിൽ 106 പേർക്ക് കാൻഡിഡേറ്റ് അംഗത്വം നൽകി. 6 ബ്രാഞ്ച് കമ്മിറ്റികൾക്കും രൂപം നൽകി. വി രവികുമാർ സെക്രട്ടറിയും അബ്ദുൾ റസാഖ് അസിസ്റ്റന്റ് സെക്രട്ടറിയുമായി ലോക്കൽ കമ്മിറ്റി രൂപീകരിച്ചതായും CPI ഔദ്യോഗിക വിഭാഗം അറിയിച്ചു. എന്നാൽ പാർട്ടിയിൽ ചേർന്ന തച്ചനാട്ടുകരയിലെ 200 കുടുംബങ്ങൾക്ക് സ്വീകരണമാണ് വ്യാഴാഴ്ച ഒരുക്കിയിരുന്നത്. ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജായിരുന്നു ഉദ്ഘാടകൻ. യോഗം തുടങ്ങുമെന്ന് അറിയിച്ച സമയം കഴിഞ്ഞും വേണ്ടത്ര പ്രവർത്തകർ എത്താത്തതിനാൽ ജില്ലാ സെക്രട്ടറി ക്ഷുഭിതനായതായാണ് വിവരം. യോഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുപോയ മാധ്യമങ്ങളെ പറഞ്ഞയക്കുകയും ചെയ്തു. ലോക്കൽ കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തതിൽ പകുതിയും തച്ചനാട്ടുകരയ്ക്ക് പുറത്തുള്ളവരാണെന്ന് സേവ് CPI ആരോപിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് നൽകണമെങ്കിൽ മിനിമം 1 വർഷം പാർട്ടിയിൽ പ്രവർത്തിക്കണം എന്ന മാനദണ്ഡം പോലും പാലിക്കാതെയാണ് അംഗത്വം നൽകിയതെന്നും സേവ് CPI നേതാക്കൾ ആരോപിക്കുന്നു. ഒറ്റപ്പാലത്ത് തോടുകളിൽ മരങ്ങളും മറ്റും വീണ് ഒഴുക്ക് തടസ്സപ്പെടുന്നത് ആശങ്കയാകുന്നു. വെള്ളം കയറിയിറങ്ങിയ കണ്ണീമ്പുറം പനമണ്ണ തോടുകളിലെ തടസ്സങ്ങളാണ് പ്രദേശവാസികൾക്ക് ആശങ്കയാകുന്നത്. വലിയ മരങ്ങൾ ഉൾപ്പെടെ തോടുകളിലേക്ക് മറിഞ്ഞു വീണ് ഒഴുക്കിന് തടസ്സമായി കിടക്കുന്നുണ്ട്. കണ്ണീമ്പുറം തോട്ടിൽ പാലത്തിന് സമീപത്തായി വലിയ മരം വീണിട്ട് 3 ദിവസത്തോളമായി. തോടിന് സമീപത്തെ പടുകൂറ്റൻ മരമാണ് ഒഴുക്കിന് പൂർണ്ണമായും തടസ്സമായി തോട്ടിൽ കിടക്കുന്നത്. ഇതുപോലെ പനമണ്ണ തോട്ടിലും ഒഴുകിവന്ന മണ്ണും കല്ലും മറ്റു വസ്തുക്കളുമെല്ലാം കിടപ്പുണ്ട്. ഇതെല്ലാം ഒഴുക്കിന് തടസ്സമാകുന്നു. ഒഴുക്ക് തടസ്സപ്പെട്ടാൽ വീണ്ടും മഴ ശക്തമായാൽ വെള്ളം കയറിയ പ്രദേശത്തെല്ലാം വേഗത്തിൽ വെള്ളം കയറാനിടയായേക്കുമെന്നതാണ് പ്രദേശവാസികളുടെ ആശങ്ക. കണ്ണിയമ്പുറം തോട് നിറഞ്ഞു കവിഞ്ഞ് ഇത്തവണ 120ഓളം വീടുകളിലാണ് വെള്ളം കയറിയിരുന്നത്. ശാന്തിനഗർ, ഗാന്ധിനഗർ, കണ്ണിയമ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വെള്ളം കയറി. ഏറ്റവും കൂടുതൽ വീടുകളിൽ വെള്ളം കയറിയത് ശാന്തിനഗർ ഭാഗത്താണ്. 55 വീടുകളിലാണ് ഇവിടെ വെള്ളം കയറിയത്. തോടുകളിലെ തടസ്സവും ആദ്യം ബാധിക്കുന്നതും ശാന്തിനഗർ ഭാഗത്താണ്. വെള്ളപ്പൊക്കം കഴിഞ്ഞ് വീടുകളിൽ തിരികെ എത്തിയവർക്കാണ് ഇപ്പോൾ ആശങ്ക. 2018-ലെയും 2019-ലെയും പ്രളയത്തിനു ശേഷം എല്ലാ മഴക്കാലത്തിനു മുമ്പും നഗരസഭയുടെ നേതൃത്വത്തിൽ തോടുകളിലെ തടസ്സങ്ങൾ നീക്കാറുണ്ട്. വേഗത്തിലുള്ള വെള്ളം കയറൽ തടയാനാണിത്. തോടുകളിലെ മരം വീണത് ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ ഉടൻ നീക്കുമെന്ന് ഒറ്റപ്പാലം നഗരസഭാ അധ്യക്ഷ K ജാനകി ദേവി പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ സഹായിക്കാൻ പള്ളികളിൽ ആഹ്വാനം ചെയ്തു. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം പള്ളികളിൽ ധനസമാഹരണവും നടത്തി. കേരളം കണ്ട മഹാദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ നാട് ഒന്നിച്ചു നീങ്ങുകയാണ്. ഇവിടെ മത, ജാതി, വർണ്ണവ്യത്യാസങ്ങളില്ല. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ സഹായിക്കാൻ വെള്ളിയാഴ്ച മിക്ക പള്ളികളിലും ആഹ്വാനം ചെയ്തു. നമസ്കാരത്തിന് മുമ്പായി പ്രസംഗിച്ച ഖത്തീബുമാർ എല്ലാവരും സഹായിക്കണമെന്ന് വിശ്വാസികളോട് അഭ്യർത്ഥിച്ചു. കളക്ഷൻ പോയിന്റ് നമ്മൾ ജില്ലാ കേന്ദ്രത്തിലേക്കുള്ള ഒരു കളക്ഷൻ പോയിന്റ് ആയിട്ടും പെരിന്തൽമണ്ണ പള്ളിയെ നമുക്ക് ഉപയോഗിക്കാൻ തീരുമാനിച്ചിരുന്നു. ഈ സമയത്ത് അങ്ങനെയാണ് ഈ സന്ദർഭം നമ്മൾ സാധാരണപ്പെടാമെങ്കിൽ എത്രത്തോളം നമ്മളാൽ കഴിയുന്നോ ഈ വിഷയത്തിൽ നമ്മൾ സഹകരിക്കുക. ഇൻഷാ അല്ലാഹ് ആ ശ്രമങ്ങൾ മരണപ്പെട്ടവർക്ക് പകരമാക്കില്ല, അതല്ലെങ്കിൽ ഉണ്ടാക്കിയ ജീവിതത്തെ വീണ്ടും തിരിച്ചു പിടിക്കുന്ന സാധ്യമല്ല. പക്ഷെ നമ്മൾ ഈ ഒരു സന്ദർഭത്തോടെ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ള ഈ പരീക്ഷണാവസ്ഥയിലുള്ള നമ്മുടെ നേതൃത്വമായിരിക്കും. അത് കാര്യങ്ങളെ യഥാർത്ഥം മനസ്സിലാക്കാനും ഈ ഒരു സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിന്ന് നമ്മുടെ കൈകഴിച്ച് സഹായിച്ച്
അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് വിനയാന്വിതനായി മടങ്ങി സ്വന്തം നിസ്സഹായത ബോധ്യപ്പെട്ട മനുഷ്യരായി അള്ളാഹുവിലേക്ക് പിന്തിച്ചെല്ലും നമ്മളെ വീണ്ടും വീണ്ടും വിപരീകരിച്ചെടുത്ത് പ്രിയപ്പെട്ട അടിമകളായി മാറ്റാനുള്ള അവസരത്തിൽ നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാണ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ സഹായിക്കാൻ വിവിധ പള്ളികളിൽ ഫണ്ട് സ്വരൂപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച നമസ്കാരത്തിനു ശേഷം പള്ളികളിൽ ധനസമാഹരണം നടത്തി. ഗൂഗിൾ പേ, ഫോൺ പേ, സ്കാനിംഗ് കോഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒരുക്കി. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ഇടവേള. വാർത്തകൾ തുടരുന്നു. കർക്കിടക വാവുബലി തർപ്പണത്തിന് ഭാരതപ്പുഴയിലെയും കുന്തിപ്പുഴയിലെയും സ്നാനഘട്ടങ്ങൾ ഒരുങ്ങി. മഴ തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷിതമായി മാത്രം ബലിതർപ്പണം നടത്താൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകി. കർക്കിടക വാവ് ബലിതർപ്പണത്തിന് ഭാരതപ്പുഴയിലെയും കുന്തിപ്പുഴയിലെയും പ്രധാന സ്നാനഘട്ടങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് എത്താറ്. പലയിടങ്ങളിലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കടവുകളിൽ വെള്ളം നിറഞ്ഞ് കുത്തൊഴുക്കും കയങ്ങളും രൂപപ്പെടുന്നുണ്ട്. അതിനാൽ സുരക്ഷിതമായി മാത്രം ബലിതർപ്പണം നടത്താൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകി. പുഴകളിൽ ആഴമുള്ള ഭാഗത്ത് വടം വലിച്ചു കെട്ടി സുരക്ഷിതമാക്കാനും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആഴവും ഒഴുക്കും കുറഞ്ഞ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ മാത്രം ബലിതർപ്പണം അനുവദിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസ്, ഫയർഫോഴ്സ്, വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അധികൃതരുടെ സാന്നിധ്യം ബലിതർപ്പണ സമയത്ത് ഉണ്ടാകാനും ജില്ലാ കളക്ടറുടെ നിർദ്ദേശമുണ്ട്. അതാത് സ്ഥലങ്ങളിലെ കടവുകളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച മേൽനോട്ടം അതാത് തഹസിൽദാർമാരും RDOയും ഉറപ്പാക്കും. കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പിതൃബലി തർപ്പണത്തിന് ഒരുക്കങ്ങളായി. വരുന്ന ഭക്തജനങ്ങൾക്ക് ബലി തർപ്പണം നടത്തുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് വാവുബലിക്ക് നേതൃത്വം നൽകുന്ന P. അഖിൽ നമ്പീശൻ പറഞ്ഞു. ശ്രീകൃഷ്ണപുരം കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ദിവസം നടക്കുന്ന പിതൃബലിതർപ്പണത്തിന് ഒരുക്കങ്ങളായി. ശനിയാഴ്ച രാവിലെ 3:30 പുഴക്കടവിൽ ബലിതർപ്പണ ചടങ്ങുകൾ തുടങ്ങും. നവീകരിച്ച ഹാളിനു പുറമെ പ്രത്യേക പന്തലുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരേ സമയം 300ഓളം ആളുകൾക്ക് ബലിതർപ്പണം നടത്താൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 9 മണിക്ക് ക്ഷേത്രത്തിൽ ആനയൂട്ടും ഉണ്ടാകും. കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും രാവിലെ 9 മുതൽ 11 വരെ രാമായണ പാരായണവും മഹാഗണപതി ഹോമവും ഭഗവത് സേവയും നടന്നു വരുന്നുണ്ട്. തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. പോലീസ്, മെഡിക്കൽ, ഫയർഫോഴ്സ്, ട്രോമ കെയർ എന്നിവരുടെ സേവനവും ഒരുക്കിയിട്ടുണ്ടെന്ന് വാവുബലിക്ക് നേതൃത്വം നൽകുന്ന P. അഖിൽ നമ്പീശൻ പറഞ്ഞു. കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് രാവിലെ 3 മണിക്കാണ് ഇവിടെ ശ്രാദ്ധ കർമ്മങ്ങൾ, വാവുബലി കർമ്മങ്ങൾ തുടങ്ങുന്നത്. ഏകദേശം 5000-ഓളം ആൾക്കാരെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ 100-300 ആൾ ഒരേ സമയം നമുക്ക് ചെയ്തു പോകാനുള്ള സൗകര്യങ്ങൾ നമ്മളിവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ പോലീസുകാർ, ട്രോമ കെയർ വോളണ്ടിയേഴ്സ്, ആംബുലൻസ്, ഫയർഫോഴ്സ് എന്നിവരുടെയൊക്കെ എല്ലാ സഹകരണങ്ങളും ഇവിടെ ഉണ്ടാവും. ആൾക്കാർക്ക് വരുന്നവർക്ക്, ഭക്തർക്ക് കൃത്യമായി കർമ്മം ചെയ്തു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ അമ്പലത്തിൽ ഇനിയും വരുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് ശ്രാദ്ധ കൂട്ടുന്നതിന് ഈ പ്രാവശ്യം 2 വിഭാഗമായിട്ട് സംശയം പറയുന്നുണ്ട്. ഒന്ന് ശനിയാഴ്ചയും ഒന്ന് ഞായറാഴ്ചയായിട്ട്. ശരിക്ക് ശനിയാഴ്ചയാണ് ശ്രാദ്ധ ഈ വാവുബലി എന്നുള്ള കർമ്മം ചെയ്യേണ്ടത്. ആ ദിവസം പിറ്റേ ദിവസം വാവുണ്ടെങ്കിൽ കൂടി ശനിയാഴ്ചയാണ് ഊട്ടി ഉറങ്ങുക എന്നുള്ള രീതിയിൽ ഈ ശ്രാദ്ധ വാവുബലി ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ മുഴുവൻ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുഴയിൽ വേണ്ട സജ്ജീകരണങ്ങൾ, ഒഴുക്കിനൊക്കെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വലകെട്ടി എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പിതൃബലി തർപ്പണം നടക്കുന്ന സ്ഥലങ്ങൾ K. പ്രേംകുമാർ MLA സന്ദർശിച്ചു. സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ MLA പരിശോധിച്ചു. ഇവിടെ ഈ കേന്ദ്രത്തിലും ആയിരക്കണക്കിന് ആളുകളാണ് പിതൃതർപ്പണത്തിന് വരാറുള്ളത്. കഴിഞ്ഞ വർഷം 5000-നരികെ ആളുകൾ ഇവിടെ പിതൃതർപ്പണത്തിന് വരികയുണ്ടായി. നാളെയും ധാരാളം പേർ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഈ സ്ഥലത്ത് അതിനാവശ്യമായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഗതാഗതത്തിനുള്ള ക്രമീകരണം, അതുപോലെ തന്നെ ആരോഗ്യ സംവിധാനം, ഇവിടെ എത്തുന്ന ആളുകൾക്ക് വളരെ സമാധാനപരമായി അവർക്ക്
അത്തരം കടമകൾ നിർവഹിച്ചു പോകാൻ കഴിയുന്ന അന്തരീക്ഷമെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ട്രോമ കെയറിൻ്റെ ആഭിമുഖ്യത്തിൽ പുഴയിൽ ആളുകൾക്ക് അപകടമില്ലാതെ തന്നെ അവർക്ക് പുഴയിൽ കുളിക്കാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾക്കുള്ള ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. പോലീസും റവന്യൂ അധികാരികളും തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെ ഭരണ നേതൃത്വവുമെല്ലാം ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. സ്ഥലം MLA എന്ന നിലയിലാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഒരുക്കങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. കാറൽമണ്ണ കാളിക്കടവ് മഹാകാളി ക്ഷേത്രത്തിലും ശനിയാഴ്ച കർക്കിടക വാവുബലി തർപ്പണം നടക്കും. പുലർച്ചെ 4 മണി മുതൽ ചടങ്ങുകൾ ആരംഭിക്കും. ദേവീസന്നിധിയിൽ തിലഹോമം, ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, പ്രഭാത ഭക്ഷണം എന്നിവ ഉണ്ടായിരിക്കും. ഗുഹാക്ഷേത്രത്തിലും വിശേഷാൽ പൂജകൾ നടക്കും. കോൺഗ്രസ് നേതാവായിരുന്ന KSBA തങ്ങൾ അനുസ്മരണവും അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനവും ശനിയാഴ്ച പട്ടാമ്പിയിൽ നടക്കും. രാവിലെ 10:00 രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന അനുസ്മരണ യോഗം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോൺഗ്രസ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് KSBA തങ്ങൾ അനുസ്മരണവും അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം PMAY പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനവും നടത്തുന്നത്. ശനിയാഴ്ച രാവിലെ 10:30 മേലെ പട്ടാമ്പി രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന അനുസ്മരണ യോഗം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. VK ശ്രീകണ്ഠൻ MP അനുസ്മരണ പ്രഭാഷണവും വീടിന്റെ താക്കോൽദാനവും നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. DCC പ്രസിഡന്റ് A തങ്കപ്പൻ, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CAMA കരീം തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും. പട്ടാമ്പി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നഗരസഭ ചെയർമാനുമായിരുന്ന KSBA തങ്ങൾ നമ്മളെ വിട്ടു പിരിഞ്ഞിട്ട് 1 വർഷം ആയിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കുന്നതിന് വേണ്ടി ആഗസ്റ്റ് 3 ശനിയാഴ്ച നാളെ രാവിലെ 10:30 മണിക്ക് പട്ടാമ്പി രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ വെച്ച് കേരളത്തിൻ്റെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവർ അനുസ്മരണ പ്രഭാഷണം നടത്തും. പാലക്കാട് MP ശ്രീ VK ശ്രീകണ്ഠൻ അവർ, അതുപോലെ തന്നെ പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ അവർ, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് CAMA കരീം സാഹിബ്, ജില്ലാ സംസ്ഥാന തലത്തിലുള്ള സംഘടനാ നേതാക്കൾ, പ്രമുഖ വ്യക്തിത്വങ്ങൾ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ആളുകൾ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, അവരെല്ലാം പങ്കെടുക്കുന്ന ഒരു അനുസ്മരണ ചടങ്ങാണ് നാളെ രാവിലെ 10:30 രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നത്. KSBA തങ്ങളെക്കുറിച്ച് പട്ടാമ്പിക്കാർക്ക് വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാവരുടെയും ഹൃദയത്തിൽ അദ്ദേഹത്തെ സൂക്ഷിക്കുന്ന പട്ടാമ്പിയുടെ ഒരു അനിഷേധ്യ വ്യക്തിത്വത്തിന് ഉടമയാണ് ശ്രീ KSBA തങ്ങൾ. സംഘാടക സമിതി ചെയർമാൻ KR നാരായണസ്വാമി, DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ, ET ഉമ്മർ, AP രാമദാസ്, N രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് AP രാമദാസ്, ഉമ്മർ കീഴായൂർ, K ബഷീർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. റോഡിലെ കുഴികളിൽ മണ്ണിട്ടാലും കല്ലിട്ടാലും പിന്നെയും പൂർണ്ണ രൂപത്തിലാവും. അപകടങ്ങൾ ഒഴിവാക്കാൻ വേറെ വഴിയൊന്നും തോന്നിയില്ല. കുഴികളിൽ വലിയ ചെടികൾ വെച്ച് ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പും നൽകി. ഒരിടത്തല്ല, 1 കിലോമീറ്ററിനുള്ളിൽ 4 ഇടങ്ങളിലാണ് ഇങ്ങനെ മുന്നറിയിപ്പ് നൽകുന്നത്. കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാനപാതയിലാണ് സംഭവം. അപകടങ്ങൾ പതിവായതാണ് ആളുകളെ ഇതിന് നിർബന്ധിതരാക്കിയത്. കാണുമ്പോൾ അത്ര ഗൗരവം തോന്നുന്നില്ലെങ്കിലും ഒരുപാട് അപകടങ്ങൾ ഒഴിവാക്കാൻ ആളുകൾ കണ്ടെത്തിയ മാർഗമാണിത്. ശക്തമായ മഴയാണെങ്കിലും ഡ്രൈവർമാർക്ക് ഈ ചെടികൾ ശ്രദ്ധയിൽപ്പെടും. വേഗത കുറയ്ക്കും, കുഴിയുണ്ടെന്ന് മനസ്സിലാവും, ഒപ്പം വലിയൊരു അപകടവും ഒഴിവാകും. അലനല്ലൂർ ബാങ്ക് ജംഗ്ഷൻ, ബസ് സ്റ്റാൻഡ് പരിസരം, കാട്ടുകുളം, അത്താണിപ്പടി എന്നീ ഭാഗങ്ങളിലാണ് ഇങ്ങനെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഈ കുഴികളെല്ലാം പലതവണ ആളുകൾ മണ്ണും കല്ലും ഇട്ട് മൂടിയതാണ്. ഒറ്റ ദിവസം കൊണ്ട് കുഴി വീണ്ടും പഴയ രൂപത്തിലാകും. അത്രയേറെ വാഹനങ്ങളാണ് ഓരോ ദിവസവും ഇതിലൂടെ കടന്നു പോകുന്നത്. പിന്നീട് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള മെയിൻ്റനൻസ് വിഭാഗം കഴിഞ്ഞ മാസം റെഡിമിക്സ് ഉപയോഗിച്ച് കുഴികൾ അടച്ചിരുന്നു. അതും പൊളിഞ്ഞുപോയി. മഴ തുടരുന്നതിനാൽ പിന്നീട് ഒരു പ്രവൃത്തിയും നടന്നിട്ടില്ല. പാത മലയോര ഹൈവേയായി പരിണമിക്കുന്നുണ്ടെങ്കിലും ആദ്യഘട്ട പ്രവൃത്തികൾ പോലും ആരംഭിച്ചിട്ടില്ല. ദുരന്തമേഖലയിലെ ദുരിതമനുഭവിക്കുന്നവർക്ക് മണ്ണാർക്കാട് മണ്ഡലം യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് അലനല്ലൂർ മേഖലയിൽ നിന്നും ശേഖരിച്ച അവശ്യ സാധനങ്ങൾ മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റി ഏറ്റുവാങ്ങി. ശനിയാഴ്ച വയനാട് മുണ്ടക്കയത്തേക്ക് എത്തിക്കും. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് അലനല്ലൂർ മേഖലയിൽ നിന്നും യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് വസ്ത്രം, ഭക്ഷ്യധാന്യങ്ങൾ, പായ, തലയിണ തുടങ്ങിയ വസ്തുക്കളാണ് ശേഖരിച്ചത്. കളക്ഷൻ സെന്ററായ അലനല്ലൂരിലെ ബ്രൈനസ് കോളേജിൽ വെച്ച് വസ്തുക്കൾ മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിക്ക് കൈമാറി. കുടുംബങ്ങളും ഉറ്റവരും വീടും കിടപ്പാടവും വീട്ടു സാമഗ്രികളടക്കം അണിഞ്ഞ വസ്ത്രങ്ങൾ ഒഴികെ മറ്റു മുഴുവൻ സാധനങ്ങളും നഷ്ടപ്പെട്ട ആളുകളെ ചേർത്ത് നിർത്തുക. നമ്മളറിയാം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ നാട് പ്രളയമായാലും നിപ്പയായാലും കോവിഡ് ആയാലും എല്ലാ ദുരന്തങ്ങളെയും
മലയാളികൾ ഒത്തൊരുന്ന് പ്രവർത്തിച്ചതിന്റെ ഭാഗമായി നമ്മളൊക്കെ അതിജീവിച്ചിട്ടുണ്ട്. ഇത്തവണയും സമാനതകളില്ലാത്ത ദുരന്തമാണ് നടന്നിട്ടുള്ളത്. ആ ദുരന്തത്തിലെ ഇരകളായ ആളുകളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി അവരോടൊപ്പം ഞങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള പ്രഖ്യാപനവുമായി മണ്ണാർക്കാട് മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈക്കാട് 2 കളക്ഷൻ പോയിന്റ്, മണ്ണാർക്കാടും അലനല്ലൂരിലും 2 കളക്ഷൻ പോയിന്റാണ് ഉണ്ടായിരുന്നത്. അവിടെ സ്വീകരിച്ച സാധനങ്ങളുടെ കൈമാറ്റമാണ്. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ, മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷമീർ പഴേരി, ജനറൽ സെക്രട്ടറി മുനീർ താളിയിൽ, വൈറ്റ്കാർഡ് ജില്ലാ വൈസ് ക്യാപ്റ്റൻ ഹാരിസ് കോൽപ്പാടം, മേഖലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഉസ്മാൻ കൂരിക്കാടൻ, യൂത്ത് ലീഗ് നേതാക്കളായ ബുഷൈർ അലനല്ലൂർ, സമദ് പൂവക്കോടൻ, സാലി മണ്ണാർക്കാട്, ഖാദർ കാട്ടുകുളം, റിംഷാദ് മാളിക്കുന്ന്, നസീം പള്ളത്ത്, യൂസഫ് അലനല്ലൂർ തുടങ്ങിയവർ പങ്കെടുത്തു. മേഖലയിലേക്കുള്ള 2ാം ഘട്ട സമാഹരണമാണ് വൈറ്റ്കാർഡ് നടത്തിയത്. വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കൊണ്ടാണ് അവിടെ സന്നദ്ധ പ്രവർത്തനം നടത്തുന്നത്. അഭിമാനത്തോടുകൂടി മുസ്ലിം ലീഗ് പാർട്ടിക്ക് പറയാൻ കഴിയും, എല്ലാ കാലങ്ങളിലും യൂത്ത് ലീഗ് ഇത്തരം സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. പുതിയ കമ്മിറ്റി, നിലവിലുള്ള കമ്മിറ്റി, മുനവർ അലി ശിഹാബ് തങ്ങളുടെ PK ഫിറോസ് ഉൾപ്പെടെയുള്ള നേതൃത്വം നൽകുന്ന കമ്മിറ്റിയിൽ ഒരു വൈറ്റ്കാർഡ് സേനയുണ്ടാക്കിയപ്പോൾ മുനവർ അലി ശിഹാബ് തങ്ങൾ അന്ന് കേരളത്തോട് പറഞ്ഞു, ഇത് മുസ്ലിം ലീഗ് പാർട്ടിയെ ശക്തിപ്പെടുത്താനോ യൂത്ത് ലീഗിന് കരുത്ത് തെളിയിക്കാനോ അല്ല, കേരളത്തിൽ ആരെങ്കിലും കണ്ണ് നനയുമ്പോൾ ഓടിയെത്താനുള്ള ഒരു സേനയാണ് എന്ന് പറഞ്ഞ് കേരളത്തിന് സമർപ്പിച്ച ഒരു സേനയാണ് യുവജന രാഷ്ട്രീയ രംഗത്ത് മറ്റിതര യുവജന രാഷ്ട്രീയ പാർട്ടികൾക്ക് പിന്നീട് മാതൃകയായി സ്വീകരിക്കേണ്ടി വന്ന ഒരു സേനയാണ് വൈറ്റ്കാർഡ്. ശേഖരിച്ച വസ്തുക്കൾ ശനിയാഴ്ച വയനാട് മുണ്ടക്കയത്തേക്ക് എത്തിക്കും. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം ചോറൂട്ടൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞവും നവീകരിച്ച അഗ്രശാലയുടെ സമർപ്പണവും ഞായറാഴ്ച നടക്കും. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി അഗ്രശാല നാടിന് സമർപ്പിക്കുമെന്ന് ക്ഷേത്രഭരണ സമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചോറൂട്ടൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ 4ാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിനാണ് ഞായറാഴ്ച മുതൽ തുടക്കമാകുക. പുലർച്ചെ 4 മണി മുതൽ തുടങ്ങുന്ന യജ്ഞത്തിന് ഭാഗവത ഗായകരത്നം കിഴക്കേടം ഹരിനാരായണ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. 11-ന് സമാപിക്കും. ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് ക്ഷേത്രത്തിലെ നവീകരിച്ച അഗ്രശാല നാടിന് സമർപ്പിക്കും. ക്ഷേത്രം തന്ത്രി മുണ്ടനാട്ടുമന പ്രമോദ് നമ്പൂതിരിപ്പാട് ദീപപ്രജ്വലനം നടത്തും. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്യും. 10 ലക്ഷം രൂപ ചെലവിലാണ് അഗ്രശാല നവീകരിച്ചത്. ശനിയാഴ്ച രാവിലെ 8:30-ന് മഹാഗണപതി ഹോമം, ആനയൂട്ട്, ഔഷധ സേവ എന്നിവ നടക്കും. ക്ഷേത്രം തന്ത്രി മുണ്ടനാട്ടുമന പ്രമോദ് നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചോറൂട്ടൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ 3/8/24 ശനിയാഴ്ച കാലത്ത് 8:30 മണി മുതൽ 8:30 മണിക്ക് ക്ഷേത്രം തന്ത്രി മുണ്ടനാട്ട് മനക്കൽ പ്രമോദ് നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, ആനയൂട്ട്, ഔഷധ സേവ എന്നിവ നടക്കും. 4/8/24 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ക്ഷേത്രത്തിലെ നവീകരിച്ച അഗ്രശാല സമർപ്പണം ബഹുമാനപ്പെട്ട മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ MR മുരളി നിർവഹിക്കും. ഏതാണ്ട് 10 ലക്ഷം രൂപയാണ് അഗ്രശാല നിർമ്മാണത്തിന് വേണ്ടി ചെലവ് ചെയ്തിട്ടുള്ളത്. ചടങ്ങിൽ പാരമ്പര്യ ട്രസ്റ്റി ശ്രീ PM നാരായണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷനായിരിക്കും. ക്ഷേത്രം തന്ത്രി മുണ്ടനാട്ട് മനക്കൽ പ്രമോദ് നമ്പൂതിരിപ്പാട് മുഖ്യ അതിഥിയായിരിക്കും. കൂടാതെ 4/8/24 മുതൽ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം നടക്കുകയാണ്. ഭാഗവത ഗായകരത്നം കിഴക്കേടം ഹരിനാരായണ നമ്പൂതിരി ആചാര്യനായിട്ടുള്ള ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആഗസ്റ്റ് 15 സമാപിക്കുന്നത്. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ C മോഹൻദാസ്, പാരമ്പര്യ ട്രസ്റ്റി PM നാരായണൻ നമ്പൂതിരിപ്പാട്, ട്രസ്റ്റിമാരായ N സേതുമാധവൻ, E ദേവദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഹരിതസേനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും ഹരിതസേനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് യൂത്ത് മീറ്റ് സംഘടിപ്പിച്ചു. പ്രസിഡന്റ് C രാജിക ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സുകുമാരൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി S ജയപ്രകാശ്, അസിസ്റ്റന്റ് സെക്രട്ടറി സാജിദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുമതി, C ഹരിദാസൻ എന്നിവർ സംസാരിച്ചു. യുവജന സംഘടനകൾ, യുവജന ക്ലബ്ബുകൾ, വിദ്യാർത്ഥിനികൾ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് നടന്ന സംവാദത്തിൽ സംശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ഹെൽത്ത് ഇൻസ്പെക്ടർ ഷംന, VOമാരായ സനോജ്, അംബിക, ഹരിതസേനാംഗങ്ങളായ സരിത, സത്യഭാമ എന്നിവർ മറുപടി നൽകി. ജനപ്രതിനിധികളായ MK പ്രദീപ്, KK ലിനി,
രാജശ്രീ എന്നിവരും CDS ചെയർപേഴ്സൺ സൗമ്യ C. സുജിത്തും സംസാരിച്ചു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു അതിര് സഹ്യപർവ്വതവും മറ്റൊരതിര് കടലുമാണ്. BSc പഠിക്കുന്നവർക്ക് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. അതിന് നമ്മുടെ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഏകദേശം ഈ ആകെയുള്ള സ്ഥലത്തിൻ്റെ ലാൻഡ് ഏരിയയുടെ 26% വെസ്റ്റേൺ ഫോറസ്റ്റാണ്. അപ്പോൾ വളരെ ജനങ്ങൾക്ക് താമസിക്കാവുന്ന ഏരിയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജനസംഖ്യ അടിസ്ഥാനം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ നമ്മുടെ ഉപയോഗങ്ങളൊക്കെ എല്ലാം നമ്മുടെ ഭക്ഷ്യസാധനങ്ങളുള്ള ഉപയോഗങ്ങളും ഇന്ത്യയിലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലെ ആളുകൾ. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹരിതകർമ്മസേനയ്ക്ക് വാങ്ങിയ വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം K. ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ഹരിതകർമ്മസേനയുടെ വളണ്ടിയർമാരെല്ലാം ആദ്യകാലത്ത് വീടുകളിലെല്ലാം സന്ദർശിക്കുമ്പോൾ വലിയ രൂപത്തിലുള്ള അവഗണനയും അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുമെല്ലാം നേരിട്ടുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ പൊതുസമൂഹമാകെ അംഗീകരിക്കുന്ന ഒരു സംവിധാനമായിട്ട് ഹരിതകർമ്മസേന സംവിധാനം മാറിയിരിക്കുകയാണ്. കേരളം ശുചിത്വ രംഗത്ത് വലിയ രൂപത്തിലുള്ള മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ മുന്നോട്ട് പോക്ക് നമ്മൾ കൈവരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ചെറിയ രൂപത്തിലുള്ള ശുചിത്വമില്ലാത്ത സന്ദർഭങ്ങൾ വരുമ്പോൾ വലിയ രൂപത്തിലുള്ള പ്രതിഷേധമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാജിക അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് M. സുകുമാരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K. സുമതി, C. ഹരിദാസൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി S. ജയപ്രകാശ്, അസിസ്റ്റന്റ് സെക്രട്ടറി സാജിദ്, ജനപ്രതിനിധികൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, ആസൂത്രണ സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം പ്ലാസ്റ്റിക് ഷെഡിംഗ് യൂണിറ്റിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയാണ് വാഹനം ഉപയോഗിക്കുന്നത്. ഹരിതകർമ്മസേനാംഗങ്ങൾ തന്നെ ഡ്രൈവിംഗ് പരിശീലിച്ച് വാഹനം ഓടിക്കും. അതിനായുള്ള ഫണ്ടും കൂടി വകയിരുത്തിയിട്ടുണ്ട്. വാണിയംകുളം ചെറുകാട്ടുപുലത്ത് വീട്ടുവളപ്പിലെ കിണറിലെ വെള്ളം ഉൾവലിഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് നിറഞ്ഞ് തുളുമ്പാറായിരുന്ന കിണറിലെ വെള്ളം ഉൾവലിഞ്ഞത്. ചെറുകാട്ടുപുലം പത്മാലയം വീട്ടിൽ പത്മാവതിയുടെ വീട്ടിലെ കിണറിലെ വെള്ളമാണ് ഉൾവലിഞ്ഞത്. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെ കിണറിൽ നിന്നും ശബ്ദം കേട്ട് വന്നു നോക്കിയപ്പോഴാണ് 6 മീറ്ററിലധികം വെള്ളമുണ്ടായിരുന്നത് 1 മീറ്റർ പോലും ഇല്ലാത്ത രീതിയിൽ കാണപ്പെട്ടത്. വെള്ളിയാഴ്ച രാവിലെ നോക്കുമ്പോൾ 4 അടിയോളം വെള്ളം കയറിയ നിലയിലുമാണ് കാണപ്പെട്ടതെന്ന് പത്മാവതി പറഞ്ഞു. വൈകുന്നേരം ഒരു 6 മണിക്ക് നോക്കുമ്പോൾ വെള്ളം വളരെ കമ്മിയായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു സൗണ്ട് വന്നു. അപ്പോഴേക്കും മുഴുവൻ വെള്ളവും പോയിറക്കണം. അവിടുന്ന് എന്താണാവോ വിചാരിച്ചു. പിന്നെ 8 മണിക്കും അതേപോലെ തന്നെയായിരുന്നു. ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഫുള്ള് വെള്ളം കയറും ചെയ്യായിരുന്നു. പഴയ ബോർവെല്ലും അതിലുണ്ടായിരുന്നു. എന്താണെന്ന് മനസ്സിലായില്ല. വെള്ളം ഉൾവലിഞ്ഞത് വീട്ടുകാരെ പരിഭ്രാന്തിയിലാക്കി. കിണറിനുള്ളിൽ കുഴൽക്കിണറുമുണ്ട്. വെള്ളം കുഴൽക്കിണറിലേക്ക് ഉൾവലിഞ്ഞതാകാമെന്നാണ് നിഗമനം. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന വല്ലപ്പുഴ പൊന്മുഖം മല മുഹമ്മദ് മോഹ്സിൻ MLA സന്ദർശിച്ചു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കനത്ത മഴ തുടർന്നാൽ പരിസരത്തുള്ളവർ മാറി താമസിക്കണമെന്നും MLA. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കും ബൈപ്പാസ് നിർദ്ദേശവും ആദ്യമായി ലോകസഭയിൽ. വിഷയമുന്നയിച്ചത് ET മുഹമ്മദ് ബഷീർ MP. സമാന്തര റെയിൽവേ മേൽപ്പാലത്തിനും ബൈപ്പാസ് റോഡിനും നടപടികൾ സ്വീകരിക്കണമെന്ന ET. മണ്ണാർക്കാട് വീണ്ടും മോഷ്ടാക്കളുടെ വിളയാട്ടം. അടച്ചിട്ട വീട് കുത്തിത്തുറക്കുന്നതിനിടെ മോഷ്ടാക്കളെ നാട്ടുകാർ വളഞ്ഞു. പിടികൂടാനുള്ള ശ്രമത്തിനിടെ നാട്ടുകാരെ ആക്രമിക്കാനും ശ്രമം. ഒരാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. സേവ് CPIക്ക് മറുപടിയുമായി തച്ചനാട്ടുകരയിൽ പുതിയ ലോക്കൽ കമ്മിറ്റി രൂപീകരിച്ചു CPI. രൂപീകരിച്ചത് തട്ടിക്കൂട്ട് കമ്മിറ്റിയെന്ന് സേവ് CPIക്കാർ. യോഗത്തിൽ പങ്കെടുത്തവരിൽ പകുതിയും പുറത്തുള്ളവരെന്നും ആക്ഷേപം. കർക്കിടക വാവുബലി തർപ്പണത്തിന് ഭാരതപ്പുഴയിലെയും കുന്തിപ്പുഴയിലെയും സ്നാനഘട്ടങ്ങൾ ഒരുങ്ങി.
മഴ തുടരുന്ന സാഹചര്യത്തിൽ കടവുകളിൽ സുരക്ഷാ മുൻകരുതലുകൾ ഒരുക്കാൻ നിർദ്ദേശം നൽകി പാലക്കാട് ജില്ലാ കളക്ടർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.